അങ്ങനെ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രം അയയുന്നു. വി ഡി സതീശൻ RSSനെ വരിഞ്ഞു കെട്ടി എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പരാതി. ഇതാണ് ഡീല്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നപ്പോൾ മനസ്സിലായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നപ്പോൾ, പിണറായി വിജയൻ ഇരുന്നപ്പോൾ, ശിവൻകുട്ടി അണ്ണ ഇരുന്നപ്പം BJPക്ക് കടുപ്പം. ഞങ്ങളെല്ലാം നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സിലബസ് പരിഷ്കരിക്കും, ഞങ്ങൾ കരിക്കുലം പരിഷ്കരിക്കും, ഞങ്ങൾ പറയുന്ന സിലബസും കരിക്കുലവും ഒക്കെ നിങ്ങൾ നടത്തിയാലേ നിങ്ങൾക്ക് പൈസ തരുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴിതാ കേന്ദ്രം അയയുന്നു. സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പണം ഞങ്ങൾ തരാം. എന്തായാലും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പൈസ വാങ്ങുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ള വി ഡി സതീശൻ്റെ അഭിപ്രായം മുന്നോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട്. കണ്ട, ഇങ്ങനെയാണ് മോദിയും വി ഡി സതീശനും ദാമോദര മേനോൻ പിന്നെ വടശ്ശേരിക്കര ദാമോദര മേനോൻ സതീശനുമായി കേന്ദ്രം ഇങ്ങനെയാണ് ഡീൽ വരുന്നതായിരിക്കും ഇനിയിപ്പോൾ പിണറായി വിജയനാദികൾ പറയാൻ പോകുന്നത്. പക്ഷെ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തർക്കത്തിനില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിടിവാശിയില്ല, സ്റ്റേറ്റിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു PM ശ്രീയാണ് ഇനി കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണം വാങ്ങുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു ചിന്ത വരുന്നു. അല്ലെങ്കിൽ തന്നെ സിലബസിൽ അവർ ഒരു മിനിമം ഇടപെടും, പക്ഷേ മാക്സിമം സിലബസ് അവർ അല്ലെങ്കിൽ എല്ലാ സിലബസും അവർ പൊളിച്ചെഴുതുമെന്നുള്ളൊരു കാഴ്ചപ്പാട് നേരത്തെ ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഇനിയിപ്പോൾ സിലബസ്, കരിക്കുലം പോലുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നതും കേരളം തീരുമാനിക്കും. 150 സ്കൂൾ ബ്ലോക്കുകളിൽ നിന്നായിട്ട് അറൗണ്ട് 150 ബ്ലോക്കുകളിൽ നിന്നായിട്ട് 200-300ഓളം 2 സ്കൂളിനാണ് തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളിൽ 5 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെ കിട്ടും. അത് ബേസ്ഡ് ഓൺ അവരുടെ പ്രപ്പോസൽ അനുസരിച്ചാണ്, അല്ലാതെ ഒരു സ്ലാബ് പൈസയല്ല, എല്ലാവർക്കും ഒരേപോലെ അല്ല. പ്രപ്പോസൽ അനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനൊക്കെ ഉള്ള പ്രപ്പോസൽ അനുസരിച്ചാണ് ഈ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള പൈസ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പണം കൊടുക്കുമ്പോൾ PM ശ്രീ വളരെ മനോഹരമായിട്ട് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കേന്ദ്രം ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PM ശ്രീയിൽ കൃത്യമായ ഇളവാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും കേരളത്തിന് വലിയ ഗുണകരമാണ്. ഇനിയിപ്പോൾ പൈസ വാങ്ങാൻ തടസ്സമില്ല. PM ശ്രീക്ക് തടസ്സമില്ലാത്തത് കൊണ്ട് തന്നെ SSAയ്ക്കും സമഗ്ര ശിക്ഷാ അഭിയാനും പൈസ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 തരത്തിലും പണം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ SSA ആയാലും PM ശ്രീ ആയാലും വിദ്യാഭ്യാസ രംഗത്തേക്ക് പണം കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ തർക്കത്തിനും വഴക്കിനും ഒന്നും ഒരു കാര്യമില്ല. കേന്ദ്ര ഗവൺമെൻറ് അയയുകയാണ്. അവർ ഇളവുകൾ കൊടുക്കാം സ്റ്റേറ്റിനെന്ന് പറയുന്നു. അപ്പോൾ MOU മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങും മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പുതിയ MOU വരാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റിന് അധികാരം കൂടുതൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സ്റ്റേറ്റുമായിട്ടും കേരളത്തിൻ്റെ ഒരു ഭരണമാറ്റമൊക്കെ വന്നപ്പോൾ സ്റ്റേറ്റ് സെൻട്രൽ കോഡിയൽ റിലേഷൻ്റെ ഒരു ഭാഗം കൂടി ആകാം. അങ്ങനെയും ഉണ്ടല്ലോ. അത് ഒരു BJP കോൺഗ്രസ് ഡീലൊന്നുമല്ല, RSS ഡീലൊന്നുമല്ല. സ്റ്റേറ്റിൻ്റെ പല സ്റ്റേറ്റുകളും ബുദ്ധിമുട്ട് പറയുന്നു. കേരളം ബുദ്ധിമുട്ട് പറഞ്ഞു, ബംഗാൾ ബുദ്ധിമുട്ട് പറഞ്ഞു, കർണാടക ബുദ്ധിമുട്ട് പറഞ്ഞു. പല സ്റ്റേറ്റുകളും ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുനർവിചിന്തനം അല്ലെങ്കിൽ ഒരു റീമോഡിഫിക്കേഷൻ, ഒരു റീഡിസൈൻ നമുക്ക് ചെയ്യാം എന്ന് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല തീരുമാനം. നമുക്കിനി ധൈര്യമായി PM ശ്രീ പദ്ധതി വാങ്ങാം. പക്ഷെ പ്രശ്നം അതല്ല. ഇപ്പോൾ 2026 ജൂണായി, 2027 PM ശ്രീ അവസാനിക്കും. 5-6 മാസം കൂടെ അങ്ങനെയാണെങ്കിൽ ഉള്ളൂ. അത് നീട്ടുമോ PM ശ്രീ? എല്ലാ പദ്ധതിയും നീട്ടി. ജലജീവ മിഷൻ പോലുള്ള എല്ലാ, സ്വച്ഛ ഭാരത് നീട്ടിയിട്ടുണ്ട്, ജലജീവ മിഷൻ നീട്ടിയിട്ടുണ്ട്, എല്ലാം നീട്ടിയതുപോലെ ചിലപ്പോൾ 2-4 വർഷത്തേക്ക് അല്ലെങ്കിൽ 4-5 വർഷത്തേക്കോ, അല്ലെങ്കിൽ പണം ഇതുവരെ വാങ്ങാത്ത കേരളം പോലുള്ള സ്ഥലങ്ങൾക്ക് സ്പെഷ്യൽ ഒരു കെയർ കൊടുക്കുന്ന പ്രോജക്റ്റുകളോ വരാൻ സാധ്യത ഉണ്ടാവാനും നമുക്ക് ആ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് പണം വാങ്ങിയാൽ അത് വേറൊരു തരത്തിലേക്ക് പോകും. പക്ഷേ ഈ അനിശ്ചിതത്വങ്ങൾ നിലനിർത്തിക്കൊണ്ട് പണം വാങ്ങുന്നത് ശരിയല്ല. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, സ്റ്റേറ്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് സെൻട്രലിൽ നിന്ന് പൈസ വാങ്ങുന്നത് ശരിയല്ല. പക്ഷേ സ്റ്റേറ്റിനെയും കൂടി വിശ്വാസത്തിലെടുക്കുന്ന, ട്രാൻസ്പെറൻ്റ് ആവുന്ന രീതിയിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നമ്മൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക തന്നെ വേണം.